നമസ്കാരം. നമസ്കാരം. പ്രിയങ്ക ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഷോട്ട് ഓർമ്മയുണ്ടോ? നമ്മളൊരു പടത്തിന് ചാച്ചാൻ തുളസിദാസ് സാറിന്റെ പടം വന്നു. പക്ഷേ ഈ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഞാൻ അപ്പോഴേ തോന്നിയിട്ടുണ്ട് നമുക്കൊക്കെ വളരെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുകയും വളരെ ഭംഗിയായിട്ട് പ്രിയങ്ക ഷോട്ടിൽ അഭിനയിക്കുകയും ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രിയങ്ക പിന്നീട് ആളുകൾ പല റോളുകൾക്കും വിളിക്കുന്നത് വളരെയധികം ഈസി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു കഴിവ് കൊണ്ട് തന്നെയായിരുന്നു. അല്ല, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയില്ലേ ഞാനതാണ് നമ്മളിപ്പം ഡയനെ വിളിക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഒരുമിക്ക ആൾക്കാരെയും നമ്മൾ ആദരിക്കാൻ തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു മാനദണ്ഡം അവർ മലയാളികളെ എന്തെങ്കിലും ഒരിക്കലെങ്കിലും ചിരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ പ്രിയങ്കയുടെ ഒരു കരിയറിലെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ പല സിനിമകളിലും ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന കോമഡിയിലോട്ടൊക്കെ തിരിഞ്ഞു വന്നിട്ടുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള കൺമണിയില്ലായിരുന്നോ? ആദ്യത്തെ കൺമണി ഉഗ്രൻ റോളല്ലേ? ഒരു മലയാള സിനിമയുടെ ഒരു പ്രത്യേകതര ഒരു കാലഘട്ടത്തിൽ, അതായത് മമ്മൂക്ക, ലാലേട്ടൻ, ജയറാമേട്ടൻ അങ്ങനെ ഒരു കോമ്പിനേഷൻ നിൽക്കുന്ന സമയത്ത് തന്നെ ജഗദീഷ് ഏട്ടനും സിദ്ദിഖ് ഏട്ടനും ഒക്കെ നായകന്മാരായി. ഒരിടത്ത് ജയറാം, മുകേഷ് ഏട്ടൻ, അങ്ങനെ ഒരിടത്ത് മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ സമയത്താണ് മേലെപ്പറമ്പിലാൻ വീട് എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്ത്തിയാന്നേ തോന്നുള്ളൂ. മലയാളിയാന്നുള്ളത് ആ സിനിമ കണ്ടാലും നമ്മൾ ഒരിക്കലും പറയത്തില്ല. കനകാമ്പര പൂവൊക്കെ ചൂടി. ഞാൻ ഈ സുകുമാരി ചേച്ചിയെ പറ്റി ഞാൻ എപ്പോഴും പറയും, നല്ല തട്ടമൊക്കെ ഇട്ട് മലപ്പുറം ഭാഗത്ത് കൊണ്ടത് നല്ലൊരു ഉമ്മച്ചയായിട്ട് അഭിനയിക്കണോ? ഓക്കെയാണ്. സിസ്റ്ററായിട്ട് അഭിനയിക്കണോ? നല്ല അമ്മാളായിട്ട് ഇടത്തോട്ട് സാരി എടുത്തിട്ട് തമിഴ്നാട്ടിൽ പോയി അഭിനയിക്കണോ? നിങ്ങൾ എന്ത് കോസ്റ്റ്യൂം കൊടുത്താലും എന്ത് ക്യാരക്ടർ ചേരുന്ന ഇത് പറഞ്ഞപ്പോഴത്തെ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ സിനിമയുടെ സെറ്റ് ഞാൻ നോക്കുമ്പോ സുകുമാരി ചേച്ചി തട്ടമൊക്കെ ഇട്ട് വന്നേക്കുക. പക്ഷെ രാവിലെ അമ്പലത്തിൽ പോയി കുറി വാങ്ങിക്കാൻ മറന്നുപോയി. അയ്യോ, ഞാനിവിടുന്ന് ഇതെടുത്ത് ഉമ്മയാന്ന് ചോദിച്ചു. അതായത് അയ്യോ മോനെ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിധത്തിലും തരത്തിലുമുള്ള വേഷങ്ങൾ സിനിമകളിൽ ചെയ്തു. പിന്നെ ഒരു പോയിന്റിൽ ഈ കോമഡി ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? അത് സത്യം പറഞ്ഞാൽ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഇപ്പൊ മേലപ്പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മോളായിട്ട് ഒരു എന്താ പറയാ ജയറാം സ്നേഹിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ അഭിനയിക്കുന്ന കൂടെ വരുന്ന ആൾക്കാരെല്ലാം ഒന്നെങ്കിൽ ഇന്നച്ചനായിരിക്കും, അല്ലെങ്കിൽ അമ്പിളിച്ചേട്ടനായിരിക്കും. അങ്ങനെ കോമഡി ചെയ്യുന്ന ആൾക്കാർ വന്നു. നമ്മളിപ്പോൾ അഭിനയിക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കോമഡി ചെയ്യുമ്പോൾ നമ്മളും അതിന്റെ കൂടെ. ഇപ്പൊ അമ്മായിമ്മ തന്നെ നിങ്ങൾക്കറിയാം, അതൊരു കോമഡി ആയിട്ടൊന്നും അല്ല, പടത്തിലല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ത്രൂ ഔട്ട് മാധവി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അത്. മാന്നാർ മത്തായാലും എനിക്ക് കൂടെ ശകുന്തള ഒരു കോമഡി ആണോ എന്ന് എനിക്കറിയാം. പക്ഷെ കൂടെ വന്നിരിക്കുന്ന നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാവരും കോമഡി ചെയ്യുന്നതാവുമ്പോ അത് നമ്മൾ മാന്നാർ മത്തായിൽ കാണുന്നത് സ്റ്റേജിലെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ശകുന്തള എന്ന് പറയുന്ന നടി പെട്ടെന്ന് സീരിയല് കിട്ടിയിട്ട് സീരിയലിലോട്ട് അഭിനയിക്കാൻ പോകുന്നതായിട്ടാണ്. പക്ഷെ സ്റ്റേജുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ, ആക്ടിങ്ങിലല്ലേ വന്നത്. ഞാൻ സത്യമായിട്ടും തുറന്നു തന്നെ പറയാം, എനിക്ക് കലാപരമായിട്ട് യാതൊരു അറിവോ ഒരു ബന്ധവും ഇല്ല. സ്റ്റേജിൽ പോയിട്ടില്ല, ഡാൻസ് അറിയാമില്ല. പിന്നെ പഠിച്ചു കലാമണ്ഡലം നമ്മുടെ സുമതിയുടെ അടുത്ത് പഠിച്ചു. പക്ഷെ 2 ദിവസം കൊണ്ട് നിർത്തി, കാലുവേന വന്നപ്പോ ഞാൻ പഠിച്ചു. പിന്നെ മാന്നാർ മത്തായിലെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ തട്ടയിൽ നിന്ന് ചെയ്തത്, അല്ലാതെ എന്റെ വലിയ കഴിവൊന്നും അല്ല. ഇതിനിടെ ഒരു കാര്യം പറയാം, നമ്മളിപ്പോ വെറുതെ അങ്ങ് പറഞ്ഞു പോയ ഒരു പടങ്ങളുടെ പേരുകൾ നോക്കിയാൽ 200 ദിവസം ഓടിയ പടങ്ങളുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് നമ്മള് മാന്നാർ മത്തായി, മേലെപ്പറമ്പിലാൻ വീട്, ഇങ്ങനെ നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്ന സിനിമകളെല്ലാം ഭാഗ്യതാരമായിരുന്നു. ഫസ്റ്റ് പടം വിയറ്റ്നാം കോളനിയാ. വിയറ്റ്നാം കോളനി എല്ലാവർക്കും അറിയാം, ഒരു ചുരിദാറും കൊണ്ട് പശു കീറി ഒറ്റ സീനിലാണ് ഞാൻ ആ വിയറ്റ്നാം കോളനിയിൽ വരുന്നത്. അതെ, പശു കീറിയ ചുരിദാറിന്റെ ഓണർ. അതാ പറഞ്ഞത്, എല്ലാ സിനിമകളും തിളക്കത്തിൽ 2-3 സീനല്ലേ ഉള്ളൂ. അല്ല, പഞ്ചവർണ്ണം മൊത്തം ഉണ്ട്. പഞ്ചവർണ്ണം ഉണ്ടല്ലോ, ഒരുപാടുണ്ട് നടന്നു വരുന്നത്. പക്ഷെ ആ സിനിമ എടുത്തോളൂ, എത്രയോ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ കോമഡിയിലോട്ട് ഞാൻ ചോദ്യതാണ്, കോമഡി അറിയാണ്ട് കോമഡിയിലോട്ടായി പോയതാണ്. അങ്ങനെ ചോദിച്ചാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോമഡി ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വിജയമാണ്. എനിക്ക് തോന്നുന്നു വില്ലന്മാർ കോമഡിയനാകാൻ എളുപ്പമാണ്. അതുപോലെ കോമഡി ചെയ്യുന്നവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അതായത് സത്യം തന്നെയാ, കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് വേഷവും ചേരും. ലിസ്റ്റ് പ്രൊഫൈൽ എടുത്താൽ വരണ്ടു പോകും. ഒരു പക്ഷേ നമ്മളുടെ ഈ ഒരു സെഗ്മെന്റിൽ വന്നിട്ടുള്ള പ്രൊഫൈലിൽ നമ്മുടെ കലാഭവൻ ഹനീഫൊക്കെ വന്നിരുന്നു. ഹനീഫക്കയുടെ ഒരു പ്രൊഫൈൽ എടുത്ത സന്ദേശം തൊട്ട് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലും പിടിച്ച കുറെ പടമുണ്ട് ഹനീഫയ്ക്ക്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എല്ലാവർക്കും ഇഷ്ടമാണ്. ഹനീഫയ്ക്ക് നല്ല മനുഷ്യനും ഒരുപാട് പടങ്ങൾ ചെയ്തില്ല. അതുപോലെ ഒരു വലിയ പ്രൊഫൈലിന്റെ ഓണറാണ് ഈ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ യാദൃശ്യമായിരിക്കാം, ഭർത്താവ് ഒരു ഹാസ്യം എഴുതുകയും അതിന്റെ പിന്നണി പ്രവർത്തിക്കുകയും ഒക്കെ വളരെ ശക്തമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എഴുത്തുകാരനും കോമഡി പരിപാടി ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ അത് പരിഭവം പാർവതി നിങ്ങൾക്ക് അറിയാതിരിക്കും, ഒരു പ്രോഗ്രാം ഉണ്ട്. പരിഭവം പാർവതി പുള്ളി റീറൈറ്റ് ചെയ്യാൻ വേണ്ടി എഴുതാൻ വന്ന് അങ്ങനെ റീറൈറ്റ് ചെയ്ത് എന്തൊക്കെയോ എന്റെ ഈ സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ടായിരിക്കാം. ഉണ്ട്. ഞങ്ങള്
എനിക്ക് തോന്നുന്നു 2003-ലോ 2004-ലോ ഒക്കെ ഒരു ടെലിവിഷൻ പരിപാടി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലാണ്. ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രേം നസീർ താമസിച്ച മുറി, വയലാറിൽ എഴുതിയ കസേര, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രാത്രി സമയങ്ങളിൽ ഈ പ്രിയങ്കയുടെ ഭർത്താവ് അനൂപും ഇങ്ങനെ ചെറിയ ഫോൺ വിളി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, തുരുമ്പ് പിടിച്ചൊരു ഇരുമ്പ് ഊഞ്ഞാലുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഒരു 3 മണിക്ക് ഊഞ്ഞാലാടുന്ന ശബ്ദം. എനിക്ക് ഉറക്കമില്ല, ഊഞ്ഞാലാടുന്നു. ഇത് തന്നെ ഊഞ്ഞാലാടുകയാണെന്നോർത്ത് ഒരു ദിവസം ഞാൻ 2 കൽപ്പിച്ച് ജനല് തൊളയെ കൂടെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഉറങ്ങി കഴിയുമ്പോൾ ഇവൻ ഫോൺ എടുത്തിട്ട് ഒരു 3 മണിയാകുമ്പോ ഊഞ്ഞാലിൽ ആടിയിരുന്ന് വിളിക്കുന്ന പറഞ്ഞിട്ട്. അതാ റിലയൻസ് ഫോൺകാർ കുറച്ച് സൗകര്യം പ്രീ കോൾസ് തന്നു. അപ്പൊ പിന്നെ നമ്മൾ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമേ. പക്ഷെ ഇവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നോട് ചോദിക്കും, ഇതാരാണ് പ്രിയങ്ക ഇങ്ങനെ സംസാരം? അതൊരു ഗൾഫിലെ ഒരു കല്യാണം. അല്ല, ഇവൻ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഒരു വേഷം എഴുതുമായിരുന്നു. നമ്മുടെ സ്കിറ്റ് എഴുതി കഴിയുമ്പോ അവസാനം നമ്മൾ സ്കിറ്റ് എഴുതിയിട്ട് ഷോയിൽ വേണ്ടി ഇങ്ങനെ കാസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം ഇവൻ ഓൾറെഡി ഒരു 2-3 സാധാരണക്കാരുടെ പേര് കൊടുത്ത് പ്രിയങ്കയെന്ന് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇവൻ എഴുതി വെച്ചിട്ടുണ്ടോ ഇതിനകത്ത്. നമ്മൾ അപ്പൊ വിളിക്കും, പരിപാടിക്ക് വിളിക്കും. പക്ഷെ പിന്നീടാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്റെ പേര് വിളിച്ചാൽ തന്നെ അത് കട്ട് ചെയ്തേക്കട്ടെ, അവള് വേണ്ടെന്ന് പറയും. സ്റ്റേജ് അറിവില്ല, ഇതില്ല. അപ്പം ഈ പറഞ്ഞ ഇപ്പൊ ഫസ്റ്റ് പടം വിയറ്റ്നാം കോളനിയിലോട്ട് ഒരു എത്തിയ വഴി എങ്ങനെയായിരിക്കും? എനിക്കറിയില്ല, ബാക്കി എല്ലാവരുടെയൊക്കെ എനിക്കറിയാം. ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കണം. വിയറ്റ്നാം കോളനിയിൽ വന്നത് എങ്ങനെയാണ്? വിയറ്റ്നാം കോളനിയിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ഞാൻ ബാലേന്ദ്ര മേനോൻ സാറിന്റെ ഹലോ എന്ന് പറഞ്ഞൊരു ടെലിഫിലിമിനാണ് ശരിക്കും ഞാൻ അഭിനയിക്കാൻ ചെന്നതേ അല്ല. അന്ന് അദ്ദേഹം നല്ല പോലെ ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആരാധനയോട് കൂടി ഒന്ന് കാണാൻ ചെന്നതാണ്. അപ്പോൾ പൂജപ്പുരയിൽ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ചെന്ന് കണ്ടപ്പോൾ ഞാൻ പാവണി ബസ്സൊക്കെ ഇട്ട് വളരെ ഇതായിട്ട്, ഞാൻ അധികം വലിയ ഇതുപോലെയൊന്നുമല്ല, വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ചെന്നു അദ്ദേഹത്തിനെ കണ്ടു ഇങ്ങനെ നമസ്കരിച്ച് ഒക്കെ നിന്നപ്പോൾ പറഞ്ഞു, എന്നോട് ചോദിച്ചു ഇവിടെ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അഭിനയിക്കുമോ? അന്ന് ഇപ്പോൾ വൈഫിനെ വിളിച്ച് പറയാം, അവിടെ പോയിട്ടൊരു സീൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ടെലിഫിലിമിലാണ് ആദ്യമായിട്ട് പോയി. അത് ആ അഭിനയിക്കേണ്ട സീൻ ശരിക്കും പറഞ്ഞാൽ ദോശ കരിഞ്ഞു പോയിട്ട് വെപ്രാളം കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ദോശ, അങ്ങനെ ഒരു ടെലിഫിലിമായിരുന്നു. അത് കറക്റ്റ് എനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല. ഈ വെപ്രാളം മുഴുവൻ ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് ടേക്ക് ഓക്കെ ആയി. അല്ലാതെ ഞാൻ വലിയ അഭിനയമൊന്നുമല്ലേ. പക്ഷെ അവിടെ വെച്ച് എന്നെ കണ്ടിട്ടാണ് വിയറ്റ്നാം കോളനിയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുതിയൊരു ആൾ വേണം, ശാന്തകുമാരി ചേച്ചിയുടെ മോളായിട്ടൊരു കുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങനെ ഓടിപ്പോയിട്ട് അതിൽ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അതിലാണ് ലളിത ചേച്ചി എന്നെ കാണുന്നതും പിന്നെ ഞാൻ വെങ്കലത്തിലേക്ക് ആദ്യമായിട്ട് നടത്തര കനകമായിട്ട് അതിനകത്ത് പോയി ജോയിൻ ചെയ്യണത്. അപ്പം അന്ന് ഭരതേട്ടനെ അറിയാവുന്നതുകൊണ്ട് ഭരതേട്ടനോട് ചോദിച്ചായിരുന്നു, ഞാൻ ചോദിക്കും എന്നെ ഒന്ന് അഭിനയിപ്പിച്ചുകൂടെ, തൊട്ടടുത്തല്ലേ ഞാൻ താമസിക്കണേ. പഠിക്കുക, അന്ന് ഞാൻ SLC പഠിച്ചൊക്കെ കഴിയട്ടെ അപ്പൊ ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാ. പക്ഷെ ഭാഗ്യം കൊണ്ട് പിന്നെ വെങ്കലം വന്നു. ദേവരാഗം എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് കാലത്ത് 4 ഭാഷകളിൽ ചെയ്ത ഒരു വലിയ സിനിമയാണ്. ഒരുപാട് ഈ ബാഹുബലിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള കീരവാണിയുടെ സംഗീത സംവിധാനത്തിലുള്ള പടം അഭിനയം. ദേവരാഗത്തിന്റെ ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവെക്കാവുന്നതുണ്ടോ? പങ്കുവെക്കാനുള്ളത് ഉണ്ടോന്ന് ചോദിച്ചാൽ അതൊരു സംഭവമാണ് ശരിക്കും എൻ്റെ ജീവിതത്തിലെ. കാരണം എനിക്ക് എത്ര കണ്ടാലും മതിയാവാത്ത ഒരു ആർട്ടിസ്റ്റാണ് ശ്രീദേവി. അവരുടെ ഡ്രസ്സിങ് അന്നത്തെ ആ പടം കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ പാവാടയും ബ്ലൗസ്, സാരി, മുല്ലപ്പൂ. അവരിൽ നിന്നാണ് ഞാൻ പൂ വെക്കാൻ പഠിക്കുന്നതും എല്ലാം ഞാൻ അവരെ കണ്ടിട്ട്. കാരണം അത്ര ഇതായിട്ടാണ് അവർ വരുന്നത്. അവരൊരിക്കലും നമ്മൾ എവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയൊന്നുമില്ല. അവരെപ്പോഴും ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുള്ളൂ. അവരുടെ ഒരു സ്റ്റൈൽ അതാണ്. കാരണം ഒരു സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കണേ, അവർ നോക്കണേ എങ്ങനെയാണെന്നറിയോ, കമ്മലിന്റെ ഇതിട്ട് ഒരിക്കലും വിഗ്രഹമാണ്, വിഗ്രഹം. അങ്ങനെയൊക്കെയാണത്. പിന്നെ വേറെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം, എത്ര നേരം ശ്രീദേവി നോക്കും, അപ്പുറത്ത് അരവിന്ദസ്വാമി ഇരിക്കൂല്ലേ. അപ്പോൾ അങ്ങനെ എത്ര നോക്കും, ഞാൻ ആകെ കൺഫ്യൂഷനാണ്. അവിടെയും നോക്കണം ഇവിടെയും നോക്കണം. പക്ഷെ ശ്രീദേവി കുറെ മലയാളം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടി. ചിലപ്പോ നോക്കി മതി മറന്നു പോകും. ശരിയാ. ഒരു വലിയ അവാർഡ് നൈറ്റിന് ഹിന്ദി നടി ഊർമിള ഡാൻസ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പൊ ഊർമിളയുടെ ഡാൻസ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കിറ്റാണ്. ഊർമിള വന്നു, ഊർമിളയുടെ ആൾക്കാർ അവരൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ സ്റ്റേജിന്റെ സൈഡിൽ നിൽക്കുകയാണ്. ഞാനിങ്ങനെ ഊർമിളനെ കണ്ടു. ഒരു സെക്കൻഡ് എന്റെ മനസ്സിൽ രംഗീല വന്നു, ദൗഡ് വന്നു, ഇങ്ങനെ വന്നു. ഞാൻ മതിമറന്നുപോയി. ഞാൻ നല്ലോണം വായി നോക്കിയാ നിൽക്കുന്നേന്നുള്ളത് ബാക്കി എല്ലാവരും കണ്ടിട്ടും ഞാൻ ഇങ്ങനെ നോക്കി. അവസാനം ഊർമിള ഇങ്ങനെ നോക്കിയിട്ട് എന്നെ കണ്ട് ഇങ്ങനെ അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ വിട്ടിട്ട് പോന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ അതിനകത്ത് ഒത്തിരി പാട്ടുണ്ടല്ലോ, ശശികല ചാർത്തി. ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് നൈറ്റ് ഷൂട്ട് ചെയ്തപ്പം ഇവരൊന്നും അധികം നൈറ്റ് ഒന്നും ഷൂട്ടിൽ നിൽക്കുന്ന ആൾക്കാരല്ല ശ്രീദേവിയാണിത്. പക്ഷെ ഭരതേട്ടന്റെ പടം ആയതുകൊണ്ട് നൈറ്റ് ഫുള്ള് നിന്ന് തീർക്കണ്ടായിരുന്നു. ഈ രാത്രി മുഴുവൻ ഇവരുടെ കൂടെയല്ലേ നമ്മൾ ഇരിക്കുന്നത്. അതൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയാ ഒരു അനുഭവം തന്നെയാണ്. ഇത്രയും വലിയ ആൾക്കാർ മരിച്ചതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അവര് വിളിക്കാറുണ്ട് കേട്ടോ എന്നെ എപ്പോഴും.
ഇതിനിടയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് വേറൊരു കഴിവ്. ഡയാന, ഞാൻ ഇത് കണ്ടിട്ടുള്ളതാണ്, TV പ്രേക്ഷകരും കണ്ടിട്ടുള്ളതാണ്. ഏത് അക്ഷരം പറഞ്ഞാലും പാട്ട് പാടും. അയ്യോ, അത് നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടോ? എപ്പോഴും പറഞ്ഞു അല്ല, എന്നാലും ചില സാധനങ്ങള് അത് വേറെ ഒന്നും കൊണ്ടല്ല. വിഷുവിന്റെ കൂടെ ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? നമ്മൾ പറയുന്നത് നിൽക്കുന്നത് എനിക്ക് നല്ല ആ മനസ്സിൽ എന്നും ഉള്ളതാ. ഈ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ ശരിക്കും നമ്മൾ ചെന്ന് നിന്നിട്ട് നമസ്കാരം, ഇവിടെ വന്നതിലൊക്കെ സന്തോഷമുണ്ട്, നിങ്ങളെ കാണാൻ സാധിച്ചത് സന്തോഷം, അങ്ങനെ എങ്ങനെ എന്നിട്ട് അങ്ങ് പോകും. കാശും മേടിക്കാൻ നമ്മൾ ആ വഴിക്ക് ഇറങ്ങി പോകും. ഒരു ദിവസം ഇറങ്ങി പോയപ്പോൾ ഒരു സങ്കടം വിളിച്ചിട്ട്, എന്തുവാ ഇത്, നിങ്ങൾ വരിക ഈ 2 വാക്കുറെ കാശ് മേടിച്ചിട്ട് പോവാ, നിങ്ങൾക്ക് വല്ല പെർഫോമൻസ് ചെയ്തുകൂടെ? ഇപ്പൊ എന്നെ അതിനല്ല വിളിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് പ്രിയങ്ക വന്ന് വിളക്കൊടുത്ത് ഗസ്റ്റ് ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സ്കിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ വിചാരിച്ചു ആ പാട്ട് എന്തെങ്കിലും തലയ്ക്കകത്ത് വേറെ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അക്ഷരങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഏതക്ഷരം എപ്പോ ചോദിച്ചാലും ഞാൻ പാടും, അത് മാത്രം. അത് ഇനിയിപ്പോ എങ്ങനെയാന്ന് കുറെ നാളായി. അത് ഏതക്ഷരം ചോദിച്ചാലും പാടും. രാരീരം രാരോ കാട് കറുത്ത കാട് പാതിരവായി നേരം മാനസേശ്വരി മാപ്പു തരും ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ നാണമകുന്നു മേനി നോകുന്നു ഹരിമുരളീരവം ഹരിത ഇതാണ് പരിപാടി. എനിക്കറിയാം. ചോദിക്കാട്ടോ, ചെന്നോട് ചോദിക്കാം. ഏതെങ്കിലും കഷ്ടം ചോദിക്കൂ. ജലശംഖ് പുഷ്പം ഗഗനമേ ഗഗനമേ. ഇത് വലിയ പാടകളാണ്. ആയിരം കണ്ണുമായി. ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നും കൊണ്ടല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്റ്റേജിൽ കയറുമ്പോ പെർഫോമൻസ് ചെയ്യണല്ലോ എന്ന് ഓർത്ത് പഠിച്ചു വെച്ചത്. അതെ, താങ്ക് യു. അപ്പൊ ചേച്ചി, ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്നതിനും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിനൊക്കെ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് നൽകാൻ ആഗ്രഹിക്കുന്നു, സ്വീകരിക്കണം. ഇത് ചേച്ചി കൈമാറുവാനായിട്ട് രമേശ് ഏട്ടനെയും ജോണി ആന്റണി സാറിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ വരാനും ഇതുപോലൊരു നിങ്ങളെല്ലാവരും കണ്ട് ഇതുപോലൊരു ചടങ്ങ് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു അവാർഡ് തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഓരോന്ന് കിട്ടുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത്. അല്ലാതെ വേറെ വലിയ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വരിക, കാണാൻ, ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ബഹുവാക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഔപചാരികതയുടെ പേരിൽ ഇവിടെ വരികയും ഈ സമ്മാനം കിട്ടുകയും ഒക്കെ ചെയ്തത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എന്നൊക്കെ പറയുമ്പം ഞങ്ങൾക്കറിയാം ഇതൊന്നും, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ട്രോഫിയൊന്നും ഒരു വലിയ അംഗീകാരമാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മളുടേതുപോലെയുള്ള പരിപാടിയിൽ ഇന്നിവിടെ പരാമർശിക്കപ്പെട്ടു പോയ സിനിമകൾ, ശ്രീദേവി, അരവിന്ദ് സ്വാമി, ഭരതൻ, അല്ലെങ്കിൽ ജയറാമൻ, നമ്മൾ എത്ര സിനിമകളുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞു പോയത്. എത്ര മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർക്കുന്ന വിജയ ചിത്രങ്ങളുടെ പേരുകൾ നമ്മളുടെ പരിപാടിയിൽ പരാമർശിക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള പ്രതിഭകളുടെ, ആ വലിയ കലാസൃഷ്ടികളുടെ ഭാഗമായവർ ഇതുപോലുള്ള ചെറിയ കലാസൃഷ്ടികളുടെ ഭാഗമായി എത്തുമ്പോഴാണ് നമുക്ക് ആ പേരുകളെല്ലാം ഈ പരിപാടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ ഗംഭീരമാക്കിയ പ്രിയങ്കയ്ക്ക് ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്.